അഡ്വക്കേറ്റ് പാർവതിയുടെയും ജിതിൻ്റെയും സംഗീത് നൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ആ ഡി ജെയുടെ പാട്ടും അതേപോലെ തന്നെ ആ പുള്ളിക്കാരൻ്റെ എനർജിയും കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ വയ്യാട്ടോ. എനിക്ക് ആളുടെ പേരറിയില്ല. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ആളുടെ. പിന്നെ പാർവതി ആയിരുന്നു നമുക്ക് ഓൺലൈനായിട്ട് ഇൻസ്റ്റാഗ്രാം ത്രൂ നമുക്ക് ബുക്കിങ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരത്തി പ്രൊഫഷണൽ ഒരു ഡാൻസറാണെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ വന്നിട്ടുള്ള ആളുടെ പെർഫോമൻസ് എന്നെ 1 by 1 ആയിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും എനർജറ്റിക്കാണ് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ 2 ഗെയിംസാണ് അറേഞ്ച് ചെയ്തത്. ഒന്ന് കപ്പിൾ ഗെയിം, യൂഷ്വലി നമ്മൾ ചോദിക്കുന്ന കുറച്ച് സംഗീത് നൈറ്റിൻ്റെ യൂഷ്വൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ പ്രോപ്പർട്ടി ഗെയിം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിതിൻ്റെ ഒരു ടീമും പാർവതിയുടെ ഒരു ടീമും ദ റിയൽ ഫൈറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ അത്രയും എനർജിയിൽ ആ ഗെയിം എടുത്ത് ഭയങ്കര ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. ഡി ജെക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർവതി വിളിച്ചു കൊണ്ടുപോയിട്ടാണ് ഞാൻ അവിടെ നിന്നിട്ട് കളിക്കുന്നത്. കാരണം ആളുടെ ചുറ്റുമുള്ള എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യണം. എന്നെ മാത്രമല്ല ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോയി ആൾ ഡാൻസ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. അവൻ അത്രയും അടിപൊളി ഒരു എൻജോയബിൾ പേഴ്സൺ കൂടെയാണ്. അപ്പോൾ എങ്ങനെയാണ്, ബൈ ഫ്രം ജിനിയ ടോണി.